ഹലോ ടു ഓൾ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓപ്പൺ കിച്ചനെ കുറിച്ചാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഞാൻ ഷബ്ന ഷറഫ്, ദ ഹോം എക്സ്പ്ലോറർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ ഓപ്പൺ കിച്ചൺ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്, ചിലരൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിലെ ഓപ്പൺ കിച്ചൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് സ്ഥലമൊന്നും വീടിനുണ്ടാവില്ല. അതായത് ചെറിയ സെൻറ്റിൽ ചെറിയൊരു പ്ലോട്ടിലുള്ള വീട്ടിനനുസരിച്ചാണ് നമ്മൾ കിച്ചൺ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിൽ ഓപ്പൺ കിച്ചൺ ആയിരിക്കും കൂടുതലും ചൂസ് ചെയ്യുന്നുണ്ടാവുക. ചിലതാണെങ്കിൽ ഓപ്പൺ കിച്ചൺ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ നല്ല വൈഡായിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കൂടി ഓപ്പൺ കിച്ചൺ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഓപ്പൺ കിച്ചൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ കിച്ചൺ ക്ലോസ് ആകുന്നതിന് പകരം ഓപ്പൺ ആക്കിയിരിക്കുക എന്നതാണല്ലോ. ഓപ്പൺ കിച്ചൺ ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡിങ് കൂടിയാണ്. ഓപ്പൺ കിച്ചണാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ തീമാണ്. ഫസ്റ്റ് കിച്ചണിലേക്ക് പോകുമ്പോൾ ആ ഒരു കളർ തീം ആയിരിക്കും ആരെയും അട്രാക്റ്റ് ചെയ്യുന്നത്. അതായത് കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ കബോർഡിനും കൊടുക്കുന്ന ആ ഒരു കളർ തീം, കളർ കോംബോ, ഇതായിരിക്കും കൂടുതലും ഹൈലൈറ്റ് ആയി കാണുന്നത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കൊടുക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയ്ക്ക് സെപ്പറേറ്റ് സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ ഇന്ന് ഫോൾഡിംഗ് ടേബിളൊക്കെ അവൈലബിൾ ആണ്. അതായത് വാളിൽ ഫോൾഡിംഗ് ടേബിൾ നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ടേബിൾ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ഫോൾഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു പോയിൻ്റാണ് കിച്ചൺ മാക്സിമം നീറ്റാക്കി കൊണ്ടു നടക്കുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളെപ്പോഴും കിച്ചൺ നീറ്റായിരിക്കണം. പക്ഷേങ്കിൽ ഈ ഓപ്പൺ കിച്ചൺ ആകുന്ന സമയത്ത് ആർക്കാണെങ്കിലും നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കിച്ചൺ കാണാവുന്നതാണ്. ഈ ഒരു കിച്ചണിൽ കാണുമ്പോൾ എപ്പോഴും നല്ല നീറ്റായിരിക്കുമ്പോഴാണ് ഓപ്പൺ കിച്ചൺ എന്നും ഹൈലൈറ്റ് ആയിരിക്കുക. ഇന്ന് ലൈറ്റ്സിൽ മാക്സിമം അട്രാക്ഷൻ കൊടുക്കുന്നവരാണ് നമ്മൾ. കിച്ചണിലും ലൈറ്റ്സ് സെറ്റിങ്സ് ഒക്കെ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. മാത്രമല്ല കിച്ചണിൽ എപ്പോഴും വെളിച്ചം നല്ലതാണ്. വിൻഡോസ് വഴി നമുക്ക് എന്തായാലും അകത്തേക്ക് വെളിച്ചം കയറുമല്ലോ, അതിൻ്റെ കൂടെ ലൈറ്റ്സിലും കൂടെ വെളിച്ചമുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓപ്പൺ കിച്ചണിൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കൊടുക്കുന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതുപോലെ തന്നെ സ്പേസ് ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയ്ക്ക് നമുക്ക് ബാർ ചെയറൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിന്ന് കിച്ചൺ പ്ലാൻ ചെയ്യുന്ന സമയത്ത് 2 കിച്ചൺ പ്ലാൻ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കിച്ചൺ എന്നൊക്കെ പറയുന്നത്. ഓപ്പൺ കിച്ചണാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയ പ്ലാൻ ചെയ്യേണ്ടതാണ്. വീഡിയോയിൽ ചിലപ്പോൾ അത്യാവശ്യം നോയ്സ് ഉണ്ടാവും കേട്ടോ, വേറൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് തൊട്ടടുത്തായിട്ട് ചെറിയൊരു വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ നോയ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോയിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവരെല്ലാവരോടും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും ബൈ ബൈ.